നമസ്കാരം പ്രിയമുള്ളവരെ, ഞാൻ താഴെ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വാർത്തയിൽ കണ്ടതാണ്. അതായത് നമ്മളൊരു ചാർജിങ് സ്റ്റേഷനിൽ വണ്ടി ചാർജ് ചെയ്യാനായിട്ട് എത്തുന്നു. അതിൻ്റെ അടുത്ത് ഒരു കുട്ടിയും അമ്മയും ഇരുന്നു. വളരെ ദാരുണമായ ഒരു സംഭവമായിപ്പോയി. ആ വണ്ടി നേരെ വന്ന് അവരെ തട്ടുന്നു. അവർക്ക് നല്ല പരിക്ക് വരുന്നു. ഹോസ്പിറ്റലിൽ എത്തുന്നു. ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യം എന്താണ്? ഇതിപ്പോൾ സോഷ്യൽ മീഡിയകളിലും മറ്റും വ്യാപകമായിട്ട് ചർച്ച നടക്കുന്നു. നമ്മൾ എപ്പോഴും ഞാൻ പറയാറുള്ള ഒരു കാര്യം, ഇപ്പോൾ അഹമ്മദാബാദ് വിമാനാപകടം നടന്നു, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ദുരന്തങ്ങൾ നടക്കുന്ന സമയത്ത് മാത്രം നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നു. അതിനുശേഷം ഒരു 5 ദിവസം 6 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി അധികൃതരുടെ ഭാഗത്ത് നിന്നും എന്ത് നിയമ നടപടികളാണ് എടുത്തത് എന്ന് ഒരാളും അത് അന്വേഷിക്കുന്നുമില്ല. അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യുന്നുമില്ല, ഒന്നുമില്ല. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ അടൂര് ഒരു വസ്ത്ര വ്യാപാര സ്ഥാപനത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു സെക്യൂരിറ്റിയെ തള്ളിമറിച്ചിടുകയുണ്ടായി. അപ്പോൾ ആ വീഡിയോയും നമ്മൾ ഇതുപോലെ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിന് ഭയങ്കര ഒരു റെസ്പോൺസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ലോകത്തുള്ള ആളുകൾ മൊത്തം അതിനെ റെസ്പോണ്ട് ചെയ്തു, അതിന് കമൻറ്റുകൾ ഇടുന്നു, ഇത് ചെയ്യുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അതിനുശേഷം ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ പോയി അന്വേഷിച്ച് ആ സെക്യൂരിറ്റിയുമായിട്ടും അവിടുത്തെ ഓണറുമായിട്ടും ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ സത്യാവസ്ഥയും മനസ്സിലാക്കി ഇത് നമുക്ക് ഭാവിയിൽ ഒഴിവാക്കാൻ കഴിയും, മറ്റുള്ള സ്ഥാപനങ്ങളിലേക്ക് എങ്ങനെ ഇതുപോലുള്ള സെക്യൂരിറ്റി ജീവനക്കാർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരുടെ കാര്യങ്ങൾ സുരക്ഷിതമാക്കാൻ കഴിയും എന്നൊക്കെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തു. നിർഭാഗ്യവശാൽ അതിനോട് ആർക്കും താല്പര്യമില്ല. അപ്പം നമ്മുടെ എല്ലാവരുടെയും പൊതുവേ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് നടക്കുന്ന സംഭവങ്ങൾ മാത്രം നമ്മൾ നോക്കിക്കാണുക, പിന്നീട് അതിനെക്കുറിച്ച് ഒരു ചർച്ചയില്ല, ഒന്നുമില്ല. പിന്നെ അടുത്ത ദുരന്തം അതുപോലെ തന്നെ ആവർത്തിക്കുമ്പോഴാണ് നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ബോധവാന്മാരാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നടക്കാതെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു സംഭവം നടന്നു. ഇപ്പോൾ ഇലക്ട്രിക് വണ്ടിയുടെ കേസിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഓടിച്ചിട്ടുള്ള ആൾക്കും അറിയാം. ഇപ്പം നമ്മളൊരു പെട്രോൾ വണ്ടിയോ ഡീസൽ വണ്ടിയോ ഓടിക്കുന്ന പോലെയല്ല, ഇനിഷ്യൽ ടോർക്ക് കൂടുതലാണ് അതിന്. ആ വണ്ടി നമ്മൾ എടുത്തു കഴിയുമ്പോൾ നല്ല രീതിയിലാണ് വണ്ടി കയറി പോകുന്നത്. പക്ഷേ ഓടിക്കഴിഞ്ഞ് കഴിയുമ്പം ഈ പറഞ്ഞ പോലെ പെട്രോൾ വണ്ടിയോ ഡീസൽ വണ്ടിയോ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് കയറി പോകും. പക്ഷേ ഇനിഷ്യൽ പിക്കപ്പ് ഇലക്ട്രിക് വണ്ടിക്കാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അതപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വേറൊരു ചാർജിങ് സ്റ്റേഷനിൽ പോവുക, അപ്പോൾ അവിടുത്തെ ചാർജിങ് സ്റ്റേഷനിൽ അടിയന്തരമായിട്ടൊരു സെക്യൂരിറ്റി ജീവനക്കാരനെയോ അല്ലെ ഈ പറഞ്ഞതുപോലെ അതിന് ഒരാളിനെയോ അവിടെ ചുമതലപ്പെടുത്തുക. കാരണം പറഞ്ഞാൽ ഇപ്പോൾ ആ സ്ത്രീയും കുട്ടിയും കൂടെ അവിടെ ഇരുന്ന സമയത്ത് അവിടെ ഒരു ആളുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അതൊന്ന് ശ്രദ്ധിക്കാമായിരുന്നു. നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണാം, ആ വണ്ടി സ്റ്റോപ്പ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ടും വണ്ടി ഓടിച്ച ആൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വണ്ടി കയറി പോയേക്കുക. അപ്പോൾ അത്രയും ഡിസ്റ്റൻസിൽ ഒരാളിനെ അവിടെ ഇരുത്താതെ കണ്ട് അവിടെ മാറ്റി അവർക്ക് ഇരിക്കാനുള്ള ഒരു ബേയോ കാര്യങ്ങളോ അവിടെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഈ ഒരു സംഭവം അവിടെ നടക്കുകയില്ലായിരുന്നു. അപ്പോൾ ഇനി അത് ആവർത്തിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പറഞ്ഞ അതിനുള്ള ഒരു ബെഞ്ച് സ്ഥാപിക്കുകയോ ഈ വണ്ടി ചാർജ് ചെയ്യുന്ന പൊസിഷനിൽ നിന്നും മാറ്റി കസ്റ്റമറിന് ഇരിക്കത്തക്ക വിധത്തിലൊരു സംവിധാനം സെറ്റ് ചെയ്യുകയോ ചെയ്തില്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കും. അപ്പം അതിനുള്ള നടപടികളും കൂടെ എടുക്കാനുള്ള കാര്യം ഇതിൻ്റെ കൂടെ നടക്കണം. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത്. അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ എല്ലാവരിലും എത്തിക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SC ചാനൽ. ബൈ ആൻഡ് ടേക്ക് കെയർ.